ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നത്തെ ഒരു ദിവസത്തെ മുഴുവൻ വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റഫീക്ക പള്ളിയിലേക്ക് പോയി. എന്നിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് പോവാണ് കേട്ടോ ചെയ്യാം. നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ചെയ്യാം. എന്താ ചൂട് ഇല്ലേ. പക്ഷെ ഇവിടെ രാവിലെ മാത്രമാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുള്ളത്. ചെറുതായിട്ടൊരു മഞ്ഞും അതുപോലെ തന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവുക രാവിലെ മാത്രമാണ് കേട്ടോ. പിന്നെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളും ചൂടിലേക്ക് മാറൂലേ. പക്ഷെ രാവിലത്തെ കാലാവസ്ഥ അടിപൊളിയാണ് കേട്ടോ. അതാ രാവിലെ എണീക്കുന്നവർക്കേ അത് കാണാനും അനുഭവിക്കാനും പറ്റുള്ളൂ കേട്ടോ. രാവിലെ ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ കിടക്കുകയാണെങ്കിൽ തന്നെ രാവിലെ ഒരു സുഖമുള്ള നമുക്ക് പുതപ്പൊന്നും പുതച്ചിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു തണുപ്പൊക്കെ വരുന്നൊരു ഫീലൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ഞാനും റുബീനയും കൂടാണ് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ മരവയൽ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ നടക്കുക. എന്നിട്ട് ഇവിടെ കുറച്ച് സമയം നടന്ന് പിന്നെ ഇവിടുത്തെ ഓപ്പൺ ജിമ്മിൽ കുറച്ച് സമയം ഒന്ന് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും. അപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു എന്തൊക്കെ ചെയ്തു നടത്തം കൊണ്ട് മാത്രം കാര്യമില്ല. ചെറുതായിട്ടൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആ ബോഡിയിൽ ശരിക്കും നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് ഞങ്ങൾ രണ്ടാളും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ റഫീഖാനെ പിടിച്ച് നിർത്തിയിട്ട് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ. ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രം. അപ്പോൾ ഇന്നത്തെ അംഗം കഴിഞ്ഞതാ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം കുളിക്കണം, ഫ്രഷ് ആവണം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ മുമ്പ് ഒരു കപ്പ് വെള്ളം കുടിക്കും കേട്ടോ. നമ്മൾ പോകുമ്പോഴും വലിയൊരു കപ്പ് വെള്ളം കുടിച്ചിട്ടാണ് പോവുക. അപ്പോൾ വന്നിട്ടും എന്തെങ്കിലും ഒരു ഹെൽത്തി ഡ്രിങ്ക്, എന്തെങ്കിലും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ടോ അല്ലെങ്കിൽ മിൻറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ പട്ട അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടോ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ പട്ട പൊടിച്ച് വെച്ചിട്ടുണ്ടേ. പട്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും കേട്ടോ. അത് നല്ലതാണ്. എൻ്റെത് കുറച്ച് തരിതരിങ്ങനുണ്ട്. ഞാൻ വറുത്തിട്ടില്ല കേട്ടോ, വറുക്കാതെ പൊടിച്ചാൽ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് തിളക്കുന്ന വെള്ളത്തിലേക്ക് പട്ടൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കും. ഇത് ഞങ്ങൾക്ക് രണ്ടാക്കും കൂടിയിട്ടുള്ളതാണ്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ കുടിക്കുക, തണുത്തിട്ട് വേണമെങ്കിൽ തണുത്തിട്ട് കുടിക്കുക. നമ്മൾ ഈ ചൂടോടെ ഇങ്ങനെ കുടിക്കും. അത് ആ ഒരു ചായേൻ്റെ ഫീൽ ഇല്ലാണ്ടിരിക്കാൻ നല്ലതാണ് കേട്ടോ. ഇത് ശീലാക്കി കഴിഞ്ഞാൽ. അതിനുശേഷം ഞാൻ പോയിട്ട് കുളിയൊക്കെ ഒന്ന് പാസ്സാക്കിയിട്ട് വന്നു കേട്ടോ. ഒരു 15 മിനിറ്റ് കുളിയും ഒന്ന് ഫ്രഷ് ആകുക, ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങുകയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ഒരുക്കല്ല കേട്ടോ. നമ്മളതായിട്ടുള്ളൊരു സ്റ്റൈലിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ തേച്ച് ഒന്ന് സെറ്റായിട്ട് വരില്ലേ. അപ്പോൾ ആ ഒരു ടൈം എന്തായാലും എടുക്കും കേട്ടോ. ഇനി ബാത്റൂമൊക്കെ ഞാൻ ആ സമയത്താണ് ബാത്റൂമും കഴുകുക കുളിക്കുന്ന സമയത്ത്. അതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ. അപ്പം ഞാൻ കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മൺചട്ടികൾ ഇപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്ന. അപ്പോൾ ഇതാ ചോറ് വെക്കുന്ന ചട്ടി, അതുപോലെ തന്നെ കറി വെക്കുന്ന ചട്ടിയൊക്കെ അല്ലേ ഇതാണ്. ഇത് ഇങ്ങനെ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുന്നതില്ല, ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്നത്. നമുക്ക് മയക്കി എടുക്കണ്ട കേട്ടോ. ഇനി ഈ ചട്ടി അങ്ങനെയാണിത് നന്നായിട്ട് വെന്ത് മയങ്ങി വരുന്ന ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് അവർ പറഞ്ഞിട്ടുള്ളത്, ഞാനിതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ, ടാഗ് ചെയ്യാം. അപ്പോൾ ഇത് അവർ മയക്കേണ്ടത് പറഞ്ഞിട്ടുള്ളത് വെറുതെ ഡ്രമ്മ് അങ്ങനത്തെ വലിയ ബക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് 2 ദിവസം ഇറക്കി വെക്കുക. എന്നിട്ട് എടുത്തിട്ട് കഴുകിയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളം വെറുതെ പ്ലെയിൻ വാട്ടർ പച്ചവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ എടുത്തു കേട്ടോ. കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ചട്ടികളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ കണ്ടോ നല്ല രസമല്ലേ. ഒരു വട്ടച്ചെമ്പ്, നമ്മളെ കാസ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ അത് വാങ്ങിയത് അരി കഴുകാനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. പക്ഷെ പാചകം ചെയ്യാനും നമുക്ക് പറ്റും. അങ്ങനെ ഇന്നിപ്പോൾ അടുപ്പിലാണ് ഞാൻ ഇന്നത്തെ പാചകമൊക്കെ ചെയ്യുന്നത് കേട്ടോ.
വിറകടുപ്പിൽ. അപ്പോൾ പുതിയ ചട്ടിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒന്നുകൂടെ ഒരു ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചോറിൻ്റെ കലത്തിലാണ് കേട്ടോ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പുറത്തെ അതിൽ ഞാൻ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യണം. ഇത് നമ്മൾ ഗ്യാസിൽ വെക്കുന്ന പോലെയല്ലല്ലോ, പെട്ടെന്ന് ആയി കിട്ടൂലല്ലോ. പക്ഷേ ഒരു ടൈമിംഗ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഒന്ന് ഒരുക്കി റെഡിയാക്കി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ചെറിയൊരു പ്ലാനോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് പോലെ തന്നെ നമുക്ക് കുക്കിങ്ങും വേഗം തീർക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഗ്യാസിൽ നമ്മൾ ചെയ്യുമ്പോൾ കുക്കിംഗ് തന്നെ നിന്ന് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോവുക അല്ലേ. പക്ഷേ ഇതാകുമ്പോൾ അങ്ങനെയല്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷേ നമ്മളെ കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ചോറിൻ്റെ വെള്ളം അപ്പുറത്തേക്ക് വെച്ചു, പരിപ്പ് ഇവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണ്ടേ. ഇത് ഭയങ്കര സാമ്പാറൊന്നും അല്ല കേട്ടോ. ഞാൻ ഇഡ്ഡലിക്ക് അതുപോലെ തന്നെ ചോറിനായാലും ഉണ്ടാക്കുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു സാമ്പാറാണെന്ന് പറഞ്ഞാലേ അറിയൂ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ ഇന്നിതാ ഞാൻ ഇഡ്ലി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. അതൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാനൊരു 7 മണിയായപ്പോൾ പുറത്തിറക്കി വെച്ചതാ. ഇന്നിപ്പോൾ ഇതാ 7 മണിയാകുമ്പോഴത്തേക്കും ഈ രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നതാ. നമ്മളതിൽ അപ്പക്കാരോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അവൽ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നതാ, ഡീറ്റെയിൽ റെസിപ്പി എൻ്റെ ചാനലുണ്ട്, ആവശ്യമുള്ളവർ കണ്ടുപോയിക്കോട്ടോ. ഇനി നമ്മളെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കുക. അപ്പം ഞാൻ മുന്നേ മീൽ പ്രിപ്പ് ചെയ്തതിൽ കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലത്തെ എൻ്റെ അധിക സാമ്പാറും വല്ലപ്പോഴുമാണ് ഞാൻ പെർഫെക്റ്റ് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് സാമ്പാർ വെക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കഷ്ണങ്ങളാണ് കേട്ടോ ഇടുക. ഇന്നിപ്പോൾ ഇതാ ബീറ്റ്റൂട്ട് ഇടുന്നില്ല, അതും ഇടാറുണ്ട്. ഇന്നിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് ഇടുന്നത്. വീഡിയോയിലൊക്കെ കാണിക്കുമ്പോൾ ഒരു റെഡ് കളർ വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അതും ഇട്ടിട്ട് ചെയ്യലുണ്ട്. ഒരു 2 ക്യാരറ്റോളം ഉണ്ടാവും കേട്ടോ. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കുറച്ച് നീളത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ചെറുതായിട്ടാട്ടോ എടുത്തിട്ടുള്ളത്, അത് ഞാൻ പറയാം. അപ്പം ഇതാ ഞാനൊരു കത്തീൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് 3 കൂടെ കേട്ടോ. ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. അടിപൊളി കത്തിയാണ് കേട്ടോ, നല്ല മൂർച്ചയുണ്ട്, നല്ലതാ. ഇതിൽ 3 സൈസും വരുന്നുണ്ട് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഇതാണ് കേട്ടോ, ഈ വലുതാണ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ ഉള്ളിയൊക്കെ തൊലി കളയാൻ അങ്ങനത്തെ ചെറുതൊക്കെ നമുക്ക് ആവശ്യം വരില്ലേ. 3 അടിപൊളിയാണ്. ഇതിൻ്റെ കളർ ചേഞ്ചും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കത്തിയാണ്. ഞാനൊരു ലിങ്ക് ഉണ്ടെങ്കിൽ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇനി നമ്മൾ സാമ്പാറിലേക്കുള്ള ഉള്ളി തക്കാളി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ, അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു വുഡിൻ്റെ കളറ് ആ ഒരു പിടിയൊക്കെ വന്നിട്ടുള്ളൊരു കത്തി, കുറച്ച് വലുത്, ഈ ഒരു ടൈപ്പ് കുറച്ചുകൂടി വലുത്, അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ ഉണ്ടെങ്കിൽ എന്തായാലും കൊടുത്തേക്കാം. കുറേ പേര് അത് ചോദിക്കലുണ്ട്. അപ്പോൾ ലിങ്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ തരാത്തത് കേട്ടോ. അല്ലാതെ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് കാണാത്തത് കൊണ്ടോ അത് മൈൻഡാക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. അത് കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ. ഞാൻ എന്തായാലും അത് കൊടുക്കാം എന്തായാലും. അപ്പോൾ ഇതാ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു തക്കാളി ഫുള്ളായിട്ട് എടുക്കുന്നില്ല, വലിയ തക്കാളി കേട്ടോ. അപ്പോൾ പകുതി മതി എന്ന് വിചാരിച്ചു. പിന്നെ 2 പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ക്യാരറ്റില്ലേ, ഞാൻ ചില സമയത്ത് ക്യാരറ്റ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ട്, അല്ലെങ്കിൽ വെണ്ടക്ക മാത്രം ഇട്ടിട്ട്, അങ്ങനെ ഓരോ ഐറ്റം വെച്ചിട്ടും സാമ്പാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഓരോന്നിനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, ഉള്ളി തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് കായത്തിൻ്റെ കഷ്ണമാട്ടോ. ഞാൻ 2 കഷ്ണം ഇതുപോലത്തെ ഇട്ട് കൊടുക്കാറുണ്ട്. എൻ്റെ തീർന്നു പോയി, അത് ലാസ്റ്റാട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് വന്നു. നമ്മൾ പരിപ്പ് വേണമല്ലോ, ഇത് നമ്മൾ എന്താ പറയുക, ഗ്യാസിലല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇടയ്ക്ക് തീ പോയിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിടട്ടെ, പിന്നെ ആ ഭാഗത്തേക്ക് പോകണ്ടല്ലോ. അതുപോലെ തന്നെ മുറ്റം അടിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ. ഇനി സിറ്റ് ഔട്ട് അടിച്ച് വാരി തുടച്ച് മാറ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് സെറ്റാക്കട്ടെ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മളെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരുമല്ലോ. സിറ്റ് ഔട്ട് അധിക ദിവസവും തുടക്കണം കേട്ടോ. നമുക്കിവിടെ പട്ടി കയറുക അങ്ങനത്തെ ശല്യമില്ല, പക്ഷേ പൂച്ച എന്തെങ്കിലുമൊക്കെ കൊണ്ടുവിടും. ചിലപ്പം എലി അങ്ങനത്തെയൊക്കെ ഒരു സൈസാക്കുമല്ലോ രാത്രിയിൽ. അപ്പോൾ അങ്ങനത്തത് ഞാൻ കണ്ടതിന് ശേഷം എന്നും രാവിലെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിടാറുണ്ട് കേട്ടോ. വെറുതെ ഒന്ന് വൈപ്പ് ചെയ്തിടും. ഇടയ്ക്ക് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടും തുടക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. പണ്ട് ഗേറ്റും മതിലൊന്നും വെക്കാത്ത സമയത്ത്
പട്ടി കയറുമായിരുന്നു കേട്ടോ. നമ്മൾ തുടച്ചിട്ടങ്ങ് തിരിഞ്ഞിട്ടുണ്ടാവുള്ളൂ, അപ്പത്തേക്കും എവിടെ നിന്നാ വരിക എന്നറിയില്ല, ഓടി വന്നിട്ട് അങ്ങ് പോയിട്ടുണ്ടാവും കേട്ടോ. കാൽപ്പാട് കാണും, പിന്നെ ഇത് കേൾക്കണം, ഒന്നും പറയണ്ട. ഇപ്പം എന്തായാലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പൂച്ചേൻ്റെ ഇപ്പോൾ നമ്മൾ കഴിയില്ലേ പ്രശ്നമില്ല. പക്ഷേ അത് കണ്ടതിന് ശേഷം ഞാനെന്തായാലും ഒന്ന് വെറുതെ എത്ര സമയമില്ലെങ്കിലും മോപ്പൊന്ന് നനച്ച് വന്നിട്ട് വെറുതെയെങ്കിലും ഒന്ന് ഓടിച്ച് പോകലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സിറ്റ് ഔട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുറ്റം അടിച്ചു വാരി. ഇനിയിപ്പോൾ നമുക്ക് അകത്തത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഞാൻ വന്നപ്പോഴത്തേക്കും പരിപ്പ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചോറിൻ്റെ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, തിളക്കാനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇഡ്ഡലി ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് തിളച്ച് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാമ്പാറും രണ്ടും ഒരുമിച്ച് തന്നെ ആയി കിട്ടുമല്ലോ. അങ്ങനെ പരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നുകൂടെ നോക്കിയത്, അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇതെന്തായാലും ഇഡ്ഡലി മാവ് ഒന്ന് ഒഴിച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഇഡ്ഡലി മാവ് നിങ്ങൾക്ക് ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ ഈ ഒരു മാവ് ലൂസാക്കിയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ പാകത്തിനെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് വെള്ളമാക്കിയാലും ഒന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ മാവിനെ നിങ്ങൾക്ക് 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ദോശയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇഡ്ഡലിക്കാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യുക കേട്ടോ. മാവ് ലൂസായി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അതുപോലെ തന്നെ പുളിപ്പും കാര്യങ്ങളൊന്നും വരില്ല. നിങ്ങൾക്ക് അങ്ങനെ പുളീൻ്റെ ഒരു പ്രശ്നം നിങ്ങളുടെ മാവിന് ഉണ്ടെങ്കിൽ ഇത് വരില്ല. നിങ്ങളുടെ മാവിന് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു 1/2 കിലോ ഒക്കെ റൈസ് എടുത്തിട്ട് നമ്മൾ അരക്കുന്ന സമയത്തില്ലേ, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരിപ്പൊന്നും വരില്ല, പക്ഷെ ആ പുളി ടേസ്റ്റ് നിങ്ങളുടെ മാവിന് വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ അടുപ്പ് കത്തിച്ച എനിക്ക് വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് കത്തിക്കും. എല്ലാവരും കത്തിക്കുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഈസിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തിക്കും. പക്ഷെ കത്തിച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. കുറച്ച് സമയമൊക്കെ നോക്കും, കത്തിച്ച് പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒന്നും ആയിക്കഴിഞ്ഞ് പിന്നെ അടുത്തത് വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ പണിക്കങ്ങ് പോയിട്ടുണ്ടാവും. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് കെട്ട് ആറി അങ്ങനെ ഒരു മടുപ്പ് വരും കേട്ടോ. പിന്നെ ഇത് രണ്ടാമത് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടൊക്കെ പണ്ട് കത്തിക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ സാമ്പാറിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമ്മളെ കഷ്ണങ്ങളും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ കത്തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് കെട്ടിട്ടുണ്ടാവും. പിന്നെ അത് ഗ്യാസിലേക്ക് വെക്കും. പിന്നെ അതവിടെ ആ അധ്യായം അവിടെ അവസാനിക്കും കേട്ടോ. പിന്നെ അടുപ്പ് ഗ്യാസിലാണ് ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം പ്രശ്നമില്ല കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം പിന്നെ കത്തിക്കുന്ന ദിവസം എല്ലാം അടുപ്പ് തന്നെ അങ്ങ് ആക്കി കൊടുക്കും കേട്ടോ. നമ്മൾ എന്താ പറയുക, കുടിക്കുന്ന വെള്ളമില്ല. ഇപ്പം ഞാൻ രാവിലെ നമ്മുടെ ആ ഒരു വാട്ടർ ഡിസ്പെൻസറിലേക്ക് ഒഴിച്ചു കൊടുത്തില്ലേ, അത് തലേ ദിവസം കത്തിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ. നമ്മൾ 2 ദിവസത്തേക്കുള്ള വെള്ളം 2 ചെമ്പിൽ നിറച്ച് തിളപ്പിച്ച് വെക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തേക്കും നാളത്തേക്കുള്ള വെള്ളം ഉണ്ടാവുക. പിന്നെ അടുത്ത ദിവസം കേട്ടോ നമ്മൾ കത്തിക്കുക. അപ്പോൾ ആ കത്തിക്കുന്ന ദിവസം ഞാൻ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും നമ്മൾ അടുപ്പം തന്നെ അങ്ങ് ആക്കിയെടുക്കുക. അവിടെ തന്നെ നിന്നിട്ട് അങ്ങ് ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, പണ്ടാണെങ്കിൽ തീ ശ്രദ്ധിക്കാത്തൊരു പ്രശ്നമായിരുന്നു. ഇപ്പം പിന്നെ അതറിയാം. അതുകൊണ്ട് ഓരോന്ന് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തീ നോക്കും. പിന്നെ അതൊരു വേവുന്ന സമയത്ത് നമുക്ക് ടൈം കിട്ടുമല്ലോ, ആ സമയത്ത് എൻ്റെതായിട്ടുള്ള പണികളും ചെയ്യും. അങ്ങനെ ഒരു ശ്രദ്ധ ഇതിന് കൊടുക്കും. എന്നിട്ട് നമ്മളെ പണികളും കൂടെ ചെയ്യും. അങ്ങനെയാട്ടോ ചെയ്യുക. അതങ്ങനെ തന്നെ അല്ലേ. നമുക്ക് എന്താ പറയുക, വർഷങ്ങൾ കഴിയുന്തോറും നമ്മൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓരോരോ കാര്യത്തിലും ഇങ്ങനെ എക്സ്പീരിയൻസ് കൂടി വരില്ലേ. അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ നേക്ക് പിടികിട്ടുകയും ചെയ്യൂലേ. അപ്പം അങ്ങനെ പുതിയതായിട്ട് പാചകത്തിലേക്ക് വരുന്നവരും ഇങ്ങനെ അടുപ്പ് കത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരും ഒന്നും ടെൻഷൻ ആവണ്ട കേട്ടോ. നിങ്ങളും അതിലേക്ക് ഇങ്ങനെ യൂസ്ഡായിട്ട് വന്നോളും. അപ്പോൾ ഇതാ എൻ്റെ ഇഡ്ഡലി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ട്രിപ്പ്, നമുക്ക് ഒരു ട്രിപ്പ് പോരാ, ഇനിയൊരു 3-4 കൂടെ വേണം കേട്ടോ. 4-5 കൂടെ വേണം എന്തായാലും. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇപ്പോൾ റഫീഖ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നും ആവശ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ നിങ്ങൾ കണ്ടോ പാത്രത്തിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചാരി വെച്ചില്ലേ അടുപ്പിൻ്റെ അവിടെ. ഒന്നുകിൽ അങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് ചാരി വെച്ചാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക, എന്നിട്ട് അങ്ങനെ ചാരി വെച്ചോ. ഇപ്പോൾ ചാരി വെച്ചില്ലെങ്കിൽ വെള്ളം തളിച്ച് കൊടുത്താൽ തന്നെ മതി കേട്ടോ. എന്നിട്ടൊരു കുറച്ച് സമയം, സെക്കൻഡുകൾ, 1 മിനിറ്റ് ഒന്നും വേണ്ട, അത്രയും ഒന്ന് അവിടെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടുമേ. പിന്നെ ആദ്യം നിങ്ങൾ ഇഡ്ഡലി ഒഴിക്കുന്നതിൻ്റെ മുമ്പ് അതിൽ നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ പാത്രം വെച്ച് ആ പാത്രം ഒന്ന് ചൂടായും ചെയ്തിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു പ്രശ്നം ഉള്ളവർ. അപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൂടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പുളി
ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണമെന്നൊന്നും ഇല്ല. ഞാൻ വറവിടുന്ന ആ സമയത്ത് ഒഴിച്ചു കൊടുക്കാറുമുണ്ട്. ഇപ്പം ഞാൻ അങ്ങ് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഇഡ്ഡലിയും ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ ചെറിയ ചെറിയ എൻ്റെ പണികളും അതുപോലെ തന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവിടെ നിന്ന് അങ്ങനെ കഴുകി മാറ്റുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാമ്പാറൊന്ന് വറവിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇഡ്ഡലി റെഡി ആയല്ലോ, അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാം. അപ്പോൾ നടത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ വന്നിട്ട് ഒരു ചായ പരിപാടിയും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. എന്തെങ്കിലും വിശക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാഷ്യൂനട്ട്, ഒരു 3-4 കാഷ്യൂനട്ടോ 2 ബദാമോ അങ്ങനെ എന്തെങ്കിലും വായിലിട്ടിട്ട് വെള്ളം കുടിക്കും, അതാണ് പതിവ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വിശക്കും കേട്ടോ. അപ്പോൾ ഒരു 8 മണീൻ്റെ അപ്പുറത്തേക്ക് കിടക്കൂല, അതിൻ്റെ മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ടേ. അത് ഒരു ഐഡിയയും കൂടിയാണ് കേട്ടോ. കാര്യം ഇല്ലെങ്കിൽ നമുക്ക് വിശപ്പില്ലെങ്കിൽ നമ്മളിതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മളെല്ലാ കാര്യവും വൈകും. അപ്പോൾ അതിന് ഇട കൊടുക്കലില്ല. അങ്ങനെ നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ 2 പിഞ്ചെല്ലാം മതി കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം എന്താ പറയുക ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കടുക്, ഉലുവ, ചെറിയ ജീരകം ഒരു 2 പിഞ്ച് ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി വേണ്ട, ഒരു 5 ടീസ്പൂൺ അല്ലെങ്കിൽ 4 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയുള്ള അതിനനുസരിച്ച് കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു, ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ആ ഒരു ഫ്ലെയിം നിങ്ങൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത് കേട്ടോ. മസാല ഒരിക്കലും കരിഞ്ഞു പോകരുത്. ഫ്ലെയിം ഓഫാക്കി, ഗ്യാസിലൊക്കെയാണെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് കൊടുക്കുക. അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ മസാലപ്പൊടി ഒരിക്കലും കറുത്ത് കരിഞ്ഞു പോകരുത് കേട്ടോ. അതിന് മുമ്പേ ചെയ്യണം കാര്യങ്ങൾ. ഇനി ഒന്നുമില്ല, സാധാ തിരിച്ചങ്ങോട്ടേക്ക് ഒഴിക്കുക, അത്ര തന്നെ. അപ്പോൾ പുളി നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തു, ഇല്ലെങ്കിൽ ആ പുളിവെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് തിരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ സാമ്പാർ സെറ്റാണ്. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ആ ഒരു ചെറിയ എന്താ പറയുക പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മധുരിപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എത്ര സാമ്പാർ കുറച്ച് വെച്ചാലും കുറച്ച് അധികം ഉണ്ടാവില്ലേ. പിന്നെ മനഃപൂർവ്വം കുറച്ച് അധികം ആക്കി എടുക്കുന്നതും കൂടെയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ വേണമെങ്കിൽ ലഞ്ചിന് എടുക്കാം, ഇല്ലെങ്കിൽ രാത്രിയിലേക്ക് ചപ്പാത്തീൻ്റെ കൂടെ ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് കൂട്ടി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡിയാണ്. പണ്ടൊക്കെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോഴില്ലേ നന്നായിട്ടുണ്ട്, എന്താ പറയുക കുറച്ച് അധികം തന്നെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ മുമ്പത്തെ നിശക്ക് കൊടുക്കും, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ. അപ്പം അവർക്ക് ഉച്ചക്കത്തേക്കുള്ളതും കൂടെ അങ്ങനെ കൊടുക്കും കേട്ടോ. അങ്ങനെ ചെയ്യലുണ്ട്. എന്തായാലും സാമ്പാർ വെക്കുമ്പോൾ കൂടുതലേ, പ്രത്യേകിച്ച് എല്ലാ കഷ്ണങ്ങളും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് കൂടുതലായി പോവുക. അപ്പോൾ അതാണ് സാമ്പാർ കഥ. ഇനി നമ്മളെ ചോറിനുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിക്കട്ടെ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ചോറിനുള്ള വെള്ളം ഒന്ന് തിളക്കാനായിട്ട് വന്നോളും. അപ്പോൾ നമ്മൾ ഇഡ്ഡലി കണ്ടില്ലേ, നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. ഇതിലും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി വേണമെന്നുണ്ടെങ്കിൽ സാദാ പച്ചരിക്ക് പകരം നിങ്ങൾ ഇഡ്ഡലി റൈസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഇതേ മെത്തേഡിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആവും കേട്ടോ. അത് വെച്ച് ചെയ്താൽ ഒന്നുകൂടെ നല്ലതാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ സാദാ പച്ചരി യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇഡ്ഡലി ദോശ എല്ലാം ഉണ്ടാക്കാറ്. പക്ഷെ അത് നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ആ ഒരു റൈസ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിച്ചു. സാമ്പാർ ഇങ്ങനെ നല്ലോണം നിറച്ചിങ്ങനെ മുങ്ങിയിട്ട് ഇഡ്ഡലി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ. അതും ഇങ്ങനെ തിക്കായിട്ടുള്ള സാമ്പാറല്ല, കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാറാണ് കേട്ടോ എനിക്കിഷ്ടം. ഇങ്ങനെ എനിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇങ്ങനെ തിക്കായിട്ടുള്ള സാമ്പാർ ഇഷ്ടമല്ല, കുറച്ച് ലൂസായിട്ട് കിടക്കണം. അപ്പം അത് ലൂസായിട്ടുള്ള സാമ്പാർ ഇഷ്ടമുള്ളവരും തിക്കായിട്ടുള്ള സാമ്പാർ ഇഷ്ടമുള്ളവരും ഒക്കെ ഉണ്ടാവും കേട്ടോ, ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. റഫിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാട്ടോ. ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റും അല്ല, അങ്ങനെ വേണം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളെ അരിയെല്ലാം
ചൂടായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഒരു കപ്പ് അരിയെല്ലാം മതി കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുക്കറിൽ അരി ഇടുന്നത്. ഒരു കപ്പ് അരിയല്ലേ വേണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ തീ കത്തിക്കുന്ന, അതായത് കുടിക്കാനൊക്കെ വെള്ളം വെക്കുന്ന ആ ഒരു ദിവസമാണ് ഞാൻ അരിയും ഇങ്ങനെ ചോറും അടുപ്പിൽ വെക്കുക കേട്ടോ. അരിന്ന് ചോറും അടുപ്പിൽ വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വേവുന്നൊരു ടൈമുണ്ട്, ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാനതാ അകക്കൊന്ന് ഒതുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് മടക്കി വെക്കാനും കൂടെ ഉണ്ട് കേട്ടോ. ഇന്നലെ അലക്കി ആറിയിട്ടത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടെ എടുത്തതാണ് കേട്ടോ കയ്യോടെ. പിന്നെ അത് എല്ലാം ക്ലീൻ ആക്കിയിട്ട് പിന്നെ അതവിടെ ബെഡിൽ കിടക്കും. അപ്പോൾ അതൊന്ന് എടുത്തു വെക്കട്ടെ. ഇപ്പോൾ ഇടയ്ക്കിടെ കല്യാണങ്ങളുള്ളതുകൊണ്ട് ഡ്രസ്സ് എടുക്കലും വെക്കലും ആയിട്ട് ഇടയ്ക്ക് സമയമില്ലാത്തപ്പോൾ ഇങ്ങനെ ബെഡിൽ വിരിച്ചിട്ടിട്ട് പോകും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി അലമാരയിലേക്ക് എടുത്ത് വെക്കട്ടെ. പിന്നെ അകൊക്കെ ഒന്ന് മേലെ ഭാഗം താഴെ ഭാഗം ഒക്കെ റൂമും ഒക്കെ ഒന്ന് ഒതുക്കി ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇന്നെനിക്ക് മേലെ തുടക്കാനില്ല, താഴത്തെ ഫ്ലോറ് തുടക്കാനും കൂടെ ഉണ്ട്. ശരിക്കും നമ്മൾ രാവിലത്തെ ആ ഒരു നടത്തം ഒക്കെ കഴിഞ്ഞ് വന്നാൽ തന്നെയല്ലേ ഇറങ്ങാനുള്ള ആ ഒരു മടിയേ ഉണ്ടാവുള്ളൂ. ഇറങ്ങാനല്ല, എണീക്കാനുള്ളൊരു മടിയേ ഉണ്ടാവുള്ളൂ. എന്തായാലും നമ്മൾ നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എണീക്കണ്ടേ. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നടക്കാനും പോയി കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ കണക്റ്റായിട്ട് വെച്ചിരിക്കുക കേട്ടോ ഞാൻ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കയറി വരുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നടക്കാൻ പോയി വന്ന് കിട്ടിയാൽ പിന്നെ നോക്കണ്ട, പിന്നെ നല്ല ഉഷാറായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് എല്ലാ പണികളും വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് തോന്നും. നമുക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് വരും. ആ ഒരു മടിയും ആ ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ അങ്ങ് പോവും. അപ്പോൾ അതാലോചിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ പോകാൻ വേണ്ടിയിട്ട്. എത്ര സമയം ഇല്ലെങ്കിലും ഇനിയിപ്പോൾ എത്ര വയ്യായിക ഉണ്ടെങ്കിലും കേട്ടോ, നമ്മൾ ശരിക്കും പോവാണ്ടിരിക്കുക. നമ്മൾ ആ ഒരു പീരീഡ്സിൻ്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം തന്നെയാണ് കേട്ടോ നമ്മൾ പോവാണ്ടിരിക്കുക. അല്ലെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നമ്മളൊരു യാത്ര അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ പോവാണ്ടിരിക്കുക. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിത് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറായി കഴിഞ്ഞാൽ നമുക്ക് ആ അടുപ്പിൽ തന്നെ വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് ഇതാ കുമ്പളങ്ങ വെച്ചിട്ട് ചെമ്മീനുണ്ട് കുറച്ച്, അപ്പോൾ ചെമ്മീനും കുമ്പളങ്ങയും വെച്ചിട്ട് മാങ്ങയൊക്കെ ഇട്ടിട്ടൊരു കറി, അതാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്രയും മതി കേട്ടോ, ഫുള്ള് അത്ര വലുത് ആവശ്യമില്ല, കുറച്ച് അല്ലേ വേണ്ടു, നമുക്ക് ലഞ്ചിന് വേണ്ടി മാത്രമല്ലേ. ഇനി എനിക്ക് 2 മാങ്ങ വേണം, പച്ചമാങ്ങ, അത് പറിക്കട്ടെ. അപ്പം ഇതാ മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. മാങ്ങ ഇനിയും മൂക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ മാങ്ങ കുറച്ചുകൂടി വലുതാവും, പക്ഷെ പഴുത്തിട്ട് അത്ര നല്ലതല്ല ഇത്. ചിലത് നന്നായി കിട്ടും, ചിലത് നന്നായി കിട്ടൂല, ചിലത് ചീഞ്ഞു പോവും, അങ്ങനെ എന്തെല്ലോ ഒരു കളിയാട്ടോ. പക്ഷെ കിട്ടിയാൽ നല്ലതുവാ. അങ്ങനെ നല്ല വലുപ്പമാവും കേട്ടോ, നല്ല വലിയ സൈസാവും. പക്ഷെ നമ്മൾ അതുകൊണ്ട് തന്നെ കറി അച്ചാറിടൽ കാര്യങ്ങൾ എല്ലാം അതിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കാം. മുന്നത്തെ മാങ്ങ നമുക്ക് ഇപ്രാവശ്യം കുറവാണ്, ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ കുറവാണ്. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് ഞാൻ ഇത് കുമ്പളങ്ങ മാങ്ങ ചെമ്മീൻ കറി അത് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തിടുന്നത്. പിന്നെ ഇത് തൊലിയോട് കൂടിയിട്ട് ഇടുന്നത് ഒരു പെരട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു വരട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. അത് ഒരു ഫുൾ മാങ്ങയാണേ, അത് തൊലി കട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, തൊലിയോട് തന്നെ എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കുമ്പളങ്ങയും മാങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും വെന്തതിന് ശേഷം നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഫ്രഷ് ചെമ്മീൻ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഉണക്കച്ചെമ്മീനാണെങ്കിൽ എക്സ്ട്രാ ടേസ്റ്റ് ആട്ടോ, ഒരു ഡബിൾ ടേസ്റ്റ് കിട്ടും. ഒരു 2-3 പച്ചമുളക് 3-4 പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം. തക്കാളി വേണ്ട കേട്ടോ, നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തില്ലേ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പേരിന് കുറച്ച് 1/2 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേരിന്, എരിവിനല്ല കേട്ടോ, എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ മാങ്ങ പെരട്ടില്ലേ, അതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ നല്ല കളറും കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ഇട്ടാം, അത്രയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാങ്ങ എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മാറ്റം വരുത്താൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ മാങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മാങ്ങയും
കുമ്പളങ്ങയും കറിയിലേക്കുള്ളതും റെഡിയാണ്. അതുപോലെ തന്നെ നമ്മളെ മാങ്ങാപ്പരട്ടിലേക്ക് ഞാൻ ആ ഒരു മാങ്ങയുടെ ഒരു നനവൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ മതി കേട്ടോ. ഞാൻ കുറച്ച് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പെരക്കി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കണം. അപ്പം അടുപ്പിലെ അവസ്ഥ എന്താണ് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം ഇതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബീറ്റ്റൂട്ട് ഉണ്ടായില്ലേ പീസാക്കിയത്, അപ്പോൾ അതൊന്ന് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഒരു പച്ചമുളകും ഒരു 2 വെളുത്തുള്ളി ഒരു ചെറിയ സവാളേൻ്റെ പകുതിയും കൂടെ ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു സമയം ഞാൻ വന്നപ്പോഴത്തേക്കും ഇതാ ചോറ് നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ റേഷനരി അല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇടയ്ക്ക് ഞാൻ അടുപ്പ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവരും നോക്കേ, റഫിക്ക അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതിൽ പോകുമ്പോൾ ശ്രദ്ധിക്കും, വാവയെ ശ്രദ്ധിക്കും, ഞാനും ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ തീ അങ്ങനെ പോവും. അപ്പോൾ ഇനി അതാ നമ്മുടെ കുമ്പളങ്ങ കറിയില്ലേ, കുമ്പളങ്ങ ചെമ്മീൻ കറി, അതിലേക്കുള്ളത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാങ്ങയില്ലേ, മാങ്ങ ഞാൻ അടുപ്പിലേക്ക് വെറുതെ വെച്ച് കൊടുത്തതാണേ. നിങ്ങൾ ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2.5 അച്ച് ശർക്കര എടുത്തു. 2 അച്ചിൻ്റെതാണ് ഞാൻ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തു. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ആ ഒരു വെന്ത് കുറുകി നമുക്ക് ഒരു ഇഞ്ചിപ്പുളി ഒക്കെ ഉണ്ടാവില്ലേ, പുളിയിഞ്ചി ഉണ്ടാക്കില്ലേ, അപ്പോൾ ഒരു മാങ്ങ പുളിയിഞ്ചി എന്ന് പറയാൻ പറ്റില്ലല്ലോ, മാങ്ങാപ്പുളി എന്ന് പറയാം, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് ഗ്യാപ്പുണ്ട്. നമ്മുടെ കുമ്പളങ്ങയും ഒക്കെ വെന്ത് വരണ്ടേ, വെള്ളവും കാര്യങ്ങളൊക്കെ അതിലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ വന്നിട്ട് വേഗം താഴെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. നേരത്തെ മൊത്തം ഒതുക്കി പെറുക്കി അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനിപ്പോൾ താഴെയും കൂടെ ഒന്ന് തുടച്ചെടുത്താൽ നമ്മളെ ക്ലീനിങ് പരിപാടിയും കൂടെ കഴിഞ്ഞു കേട്ടോ. നമ്മളെ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ക്ലീനിങ് കൂടെ തീർന്നു കിട്ടും. പിന്നെ ഗ്യാസിൽ ചെയ്യുന്ന പോലെ അത്ര ഭയങ്കര ഈസി ആയിട്ട് അങ്ങ് നടക്കില്ല എന്ന് മാത്രം, കുറച്ചുകൂടെ ഒരു ടൈം വേണ്ടി വരും, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാവും. അപ്പം ഞാനെപ്പോഴും തുടക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് തുടക്കൂല കേട്ടോ. മേലെ ഒരു ദിവസം താഴെ ഒരു ദിവസം അങ്ങനെയാണ്. ചിലപ്പം 2 കിച്ചണും ഒരു ദിവസം അങ്ങനെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഈ കിച്ചൺ വർക്ക് ഏരിയ എന്തായാലും തുടക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് തുടക്കാമെന്ന്. അപ്പോൾ നമ്മൾ മാങ്ങ വരട്ടിയതില്ലേ, അത് റെഡി ആയിട്ടുണ്ടേ. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിൽ നിർത്തിക്കോ, വറ്റിച്ചെടുത്തോ. പിന്നെ കടുക് പൊട്ടിച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടി അതുപോലെ തന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ടും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടേ. എനിക്ക് ഈ ഒരു ഗ്രേവി പരിപാട്ടോ ഇഷ്ടം, ഇങ്ങനെ ഡ്രൈ ആയതല്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ശരിക്കും ആ മാങ്ങേൻ്റെ സംഭവം കഴിക്കാനേ വെറുതെ ചോറിൻ്റെക്കാളും എനിക്കിഷ്ടം വെറുതെ കഴിക്കാനാണ് കേട്ടോ. ചോറ് തിന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വെറുതെ നിൽക്കുമ്പോൾ നമ്മൾ കഴിക്കൂലേ, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതെങ്ങനെ നിങ്ങളെങ്ങനെ കഴിക്കല്, നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയട്ടോ, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മാങ്ങയും കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തു. ചെമ്മീൻ എന്ന് പറയാനൊന്നുമില്ല, ഒരു 5-6 പീസേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒരു 2 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയില്ലേ അതും കൂടെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാം നോക്കണമല്ലോ. ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയറും കൂടെ ഒന്ന് ചെയ്യുകയാണ് കേട്ടോ. ഫേസൊക്കെ ഒന്ന് കഴുകി ഒരു 1-2 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ചു കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ട് പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിച്ചിട്ടൊന്ന് മുഖം ഒന്ന് ആവി കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി ബാറ്ററില്ലേ അതാണ് കേട്ടോ എടുത്തത്. അത് 1 ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് മുഖത്തെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയിട്ട് കൈ നനച്ചിട്ട് ചെറിയ നനവോട് കൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു. ഡ്രൈ ആയിട്ടല്ല, ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്തു. അതിന് ശേഷം ഞാൻ തക്കാളി ഇതുപോലെ പേസ്റ്റാക്കി വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് അപ്ലൈ ചെയ്യാമല്ലോ ഫേസിലൊക്കെ. നല്ലതല്ലേ, ചുണ്ടിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ബ്ലാക്കൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് 2 മിനിറ്റ് ആ ഒരു തക്കാളി പേസ്റ്റ് മാത്രം എടുത്തിട്ട് റൈസിൻ്റെത് കഴുകി കഴിഞ്ഞതിന് ശേഷം കേട്ടോ, കഴുകി തുടച്ചതിന് ശേഷം എന്നിട്ട് തക്കാളി വെച്ച് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തു. അതും കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു പാക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഇഡ്ഡലി ബാറ്ററിന് എടുത്തിട്ടുണ്ട് കുറച്ച്. അതിലേക്ക് കുറച്ച് നമ്മുടെ തക്കാളി പേസ്റ്റില്ലേ, തക്കാളി പ്യൂരി അതും കൂടെ എടുത്തു. എന്നിട്ട് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് കഴുകി കളയാം.
നല്ല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതല്ലേ, നമ്മൾ വീട്ടിലത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതല്ലേ, ഭയങ്കര നല്ലതാണ്. സ്കിന്നെല്ലാം നല്ല, നമ്മളെ ഫേസെല്ലാം നല്ല ഗ്ലോ ആവുകയെ. ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോയിട്ട് നല്ലതായിരിക്കും. ഫേസ് നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കറിയിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയിലെ 1-2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് വറവ് ഒഴിച്ചെടുക്കുക. ചെറിയ ഉള്ളിയും കറിവേപ്പിലാട്ടെ ഞാൻ ഇട്ട് കൊടുത്തില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അരപ്പ് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ കറി റെഡി ആയിട്ടുണ്ടേ. ഈ ഒരു സമയത്തല്ലേ നമ്മൾ ശരിക്കും ഇങ്ങനെ മാങ്ങ, ചക്കക്കുരു അങ്ങനത്തെ കറികൾ, അതുപോലെ തന്നെ മാങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നൊരു കറി ഉണ്ട് കേട്ടോ, ഞാൻ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് അത്. അതുപോലെ തന്നെ ഇങ്ങനെ മാങ്ങ, വെള്ളരി സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കറി വെക്കൂലേ, ഭയങ്കര ടേസ്റ്റാണല്ലേ. ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനത്തെ കറികളൊക്കെ ചോറിൻ്റെ കൂടെ നല്ലതായിട്ട് പോവുകയും ചെയ്യും കേട്ടോ. ഒരു ഫ്രൈയോ അല്ലെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, ഒരു പപ്പടോ, ഒരു മുളക് പൊരിച്ചതോ ഒരു വടക് പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഒന്നും വേണ്ട, ഒരു ഉപ്പേരിയാണെങ്കിൽ കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അതും ഇതൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും. അതിനുശേഷം ഇതാ നമ്മുടെ ചെമ്മീനില്ലേ, കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങ, കുമ്പളങ്ങ, ചെമ്മീൻ കറി ഉണ്ടാക്കി, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി, പിന്നെന്താ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി, മാങ്ങ വരട്ടുണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ക്ലീനിങ്ങും ഇതുവരെയുള്ളതൊക്കെ ഓക്കെയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട്, വർക്ക് ഏരിയ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അടുപ്പ് കത്തിക്കുന്ന ദിവസം ഞാൻ എന്തായാലും വർക്ക് ഏരിയ ഫ്ലോറ് തുടക്കും കേട്ടോ. കാര്യം എന്തായാലും നമ്മൾ ഈ വിറകൊക്കെ എടുക്കുമ്പോൾ ചകിരി അതൊക്കെ എടുക്കുന്ന സമയത്ത് ഈ പൊടികളും നമ്മൾ ഈ കത്തിക്കുന്നതിൻ്റെ വേസ്റ്റും, ഞാനിപ്പോൾ കാണിക്കുന്നത് മാത്രമല്ലല്ലോ, ഇപ്പോൾ വീഡിയോ കാണുന്നത് മാത്രമല്ലല്ലോ, അല്ലാതെ അവിടെ ഇവിടെ ആവുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ചവിട്ടി നമ്മൾ അകത്തേക്കും ഒന്നും പോകില്ല. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ മാറ്റും കാര്യങ്ങളൊക്കെ വൃത്തികേടാകുക, അകവും തുടക്കാനാവുക, അങ്ങനെയൊക്കെ ആവുക. അകം ഞാൻ എപ്പോഴൊന്നും തുടക്കൂല കേട്ടോ. അഴുക്കായി എനിക്ക് തോന്നുന്ന സമയത്ത് മാത്രമേ ഞാൻ തുടക്കുകയുള്ളൂ. എപ്പോഴൊന്നും തുടച്ചും എനിക്കൊന്നും ഇരിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ. പക്ഷെ കിച്ചൺ ചെയ്യും, 2 കിച്ചണും, വർക്ക് ഏരിയയും മറ്റേ കിച്ചണും എപ്പോഴും എന്നും എന്ന് പറയുന്ന പോലെ തന്നെ ക്ലീൻ ആക്കുക. അപ്പോൾ കിച്ചണിൽ ഉള്ള എൻ്റെ മണി പ്ലാന്റ് ഇല്ലേ, അപ്പോൾ അത് വെള്ളം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഞാനിങ്ങനെ കിച്ചണിലുള്ള പ്ലാന്റൊക്കെ ഇതുപോലെ ഇങ്ങനെ പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ കഴുകിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അതാകുമ്പോൾ നല്ല ഫ്രഷായിട്ട് അവർക്കും നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ. കാര്യം ഈ ഒരു എണ്ണയും പൊടിയും ഒക്കെ കൂടുതലുണ്ടാവുമല്ലോ ഈ ഒരു ഭാഗത്ത്, കിച്ചൺ ഭാഗത്താകുമ്പോൾ എത്ര നമ്മൾ ക്ലീൻ ആക്കിയാലും. അപ്പോൾ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുത്ത് വെച്ചു. അതുപോലെ തന്നെ ഈ സിങ്ക് ഏരിയ അല്ലേ, എനിക്ക് ഇവിടെ മോശമായി കിടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇപ്പോൾ രാത്രിയിലാണെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട്, എന്നുമല്ല കേട്ടോ, ഒക്കെ ഒന്ന് എടുത്തിട്ട് ആ പോട്ടും അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് നീറ്റാക്കിയിട്ടാൽ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മോശമായി കിടക്കുന്ന ഈ ചകിരിയും വിമ്മും എല്ലാം കൂടെ ഒരുമിച്ചായിട്ടൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരില്ലേ, എനിക്കത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് അത്. സിങ്കിൻ്റെ ഏരിയയും എല്ലാ ഭാഗവുമാണ്, പക്ഷേ ഇവിടെ ക്ലീൻ ആയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര സമാധാനം കേട്ടോ. കൂടെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് കഴിഞ്ഞ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു കബോർഡ് ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ഓടിച്ചൊന്ന് വൈപ്പ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ആകുന്ന വെള്ളത്തിൻ്റെ പാടുകൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ നമ്മളെ കയ്യിൽ, അതുപോലെ തന്നെ നമ്മൾ പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ കൈയോടെ തന്നെ അങ്ങ് ക്ലീൻ ആയിക്കോളും കേട്ടോ. എപ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഈ ഒരു സ്ട്രെയിനറില്ലേ, അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴുകാനും ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്കും ഞാൻ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ടാഗ് ചെയ്യാം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കഴുകാൻ, റൈസൊക്കെ കഴുകി ഊറ്റാൻ, ഞാൻ ചോറ് ഊറ്റാനും എടുക്കാറുണ്ട്. എല്ലാത്തിനും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് സിങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ താഴെ മുട്ടി നിൽക്കില്ല, എൻ്റെ കയ്യിലുള്ളതൊക്കെ ഇങ്ങനെ താഴെ മുട്ടി നിൽക്കുവേ. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, സിങ്കല്ലേ എന്തായാലും. പക്ഷേ ഇതിങ്ങനെ നിൽക്കും. എന്നാൽ നമുക്ക് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അതിങ്ങനെ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടോ, അടിപൊളിയാണ്. ഇത് റഫീക്ക നമ്മുടെ തോട്ടത്തിൽ ഈ നാടൻ തക്കാളിയില്ലേ ചെറുത്, അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 2-3 ദിവസമായി പഴുത്തിട്ട് റഫീക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ റഫീക്ക് തന്നെ പറിച്ചു കൊണ്ടുവന്ന കേട്ടോ, എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇനി അതൊക്കെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഈ തക്കാളി കഴുകാണ്ട് വെച്ചാലാണ്
കൂടുതൽ നാൾ നിൽക്കുക. നമ്മൾ പെട്ടെന്ന് എടുത്ത് തീർക്കൂലല്ലോ. പക്ഷേ ഞാൻ കഴുകിയത് എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് മാഷാ അല്ലാഹ് നമുക്ക് അധിക ദിവസം ഇപ്പോൾ മഴ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മഴ കിട്ടട്ടെ എല്ലായിടത്തും. അപ്പോൾ കഴുകാണ്ട് വെച്ച് കഴിഞ്ഞാൽ മണലുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കഴുകിയത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ളുഹർ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പികളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഒഴിവിനനുസരിച്ച് നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്തൊക്കെ ഇരുന്ന് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് കേട്ടോ നമുക്കും നല്ല വീഡിയോസൊക്കെ എടുക്കാനും അത് പോസ്റ്റ് ചെയ്യാനും. അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും ഒരുപാടുണ്ട്. പക്ഷേ എന്നാലും കൂടിയിട്ട് അത് കാണാതെ നമുക്കത് ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക നിങ്ങളെ കമൻറ്റും നിങ്ങളെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് കേട്ടോ. നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ കാണുമ്പോൾ തന്നെയാണ്. അപ്പോൾ അതും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.